ഹലോ ഗായ്സ്, നമുക്കൊരു ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു A4 ഷീറ്റാണ്. ഈ A4 ഷീറ്റ് നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സെലോ ടാപ്പ് ഒട്ടിക്കാം. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കണം കേട്ടോ. ഞാൻ ഒട്ടിച്ചാൽ എന്തോ ഒരു തകരാറുണ്ട് കണ്ടോ. അടുത്ത പണിയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ടില്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു ബെഞ്ചിൻ്റെ മുകളിലോ കട്ടിയുള്ള എന്തേ സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഒട്ടിച്ചത് ഒരു ക്ലോത്തിന് മുകളിലായിപ്പോയി. എന്നിട്ട് അത് നേരെ ചുമരിനടുത്ത് ഒട്ടിച്ച്, ചുമരിൽ തന്നെ ഒട്ടിക്കണം എന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ 3 മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പേപ്പർ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെലോ ടേപ്പ് വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടില്ലേ, അതിൻ്റെ മുകളിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഹോം മെയ്ഡ് ഡബിൾ സൈഡ് ടേപ്പ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ യൂസ് കാണിച്ചു തരാം അതിൻ്റെ. ആദ്യം നമ്മൾ ഇതുപോലൊരു കുഞ്ഞ് പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ആ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പ്. ബൈ.